നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലെ കൊടും ക്രൂരതകൾക്ക് ഒരു അന്ത്യമില്ലാത്ത സാഹചര്യമാണ് സ്ഥലത്തെ ഇപ്പോഴുള്ള അവസ്ഥ. കണക്കുകൾക്കപ്പുറമാണ് മരണസംഖ്യ എന്നതാണ് നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഓരോ മനുഷ്യജീവനുകൾക്കും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇസ്രായേലിലെ നരനായാട്ട്. ഇത്തരം കടുത്ത സാഹചര്യങ്ങൾ സ്ഥലത്തെ പ്രധാന വിഷയമായി കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഗാസയിലെ UN അഭയാർത്ഥി ക്യാമ്പായ ഉന്റയ്ക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ 8 പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഗാസയിലെ UN അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന ഫഗൗറ സ്കൂളിന് സമീപത്ത് ബ്രെഡ് വാങ്ങാനായി കാത്തു നിൽക്കുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അൽ ജസീറ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു റൊട്ടി സ്റ്റാളിലാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം നടന്നത്. സ്റ്റാളിൽ നിന്ന് റൊട്ടി വാങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. നിലത്തെ രക്തക്കറ ചൂണ്ടിക്കാട്ടി അൽ ജസീറ റിപ്പോർട്ടർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് വെച്ച് ഇസ്രായേൽ സേന നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഒരു ഫലസ്തീൻ പൗരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഫലസ്തീൻ നടത്തിയ കൂട്ടക്കുരുതിയിൽ ഇതുവരെ 40,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ 17,000 പേർ കുട്ടികളാണെന്നാണ് വേദനാജനകമായ മറ്റൊരു വാർത്ത. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ 6 ഇസ്രായേലികൾ റാഫേൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ബുള്ളിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപക പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ട് 10,000-കണക്കിന് പൗരന്മാർ ഇസ്രായേലിന്റെ തെരുവുകളിൽ പ്രതിഷേധിച്ചു. പോലീസുകാരും പ്രക്ഷോഭകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ രാജ്യവ്യാപക പണിമുടക്കിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ബന്ദിമോചനം ആവശ്യപ്പെട്ട് നടത്തിയ പണിമുടക്ക് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയെന്ന് പറഞ്ഞ നെതന്യാഹു ബന്ദികളുടെ കൊലപാതകത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചതെന്ന് ആരോപിച്ചിരുന്നു. ബന്ദികളെ ജീവനോടെ തിരികെ രാജ്യത്തെത്തിക്കാൻ സാധിക്കാത്തതിൽ ജനങ്ങളോട് ക്ഷമ ചോദിച്ച നെതന്യാഹു ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്ന ഹമാസിന്റെ നിർദ്ദേശം നിരസിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.